ജില്ലാ ആസ്ഥാനമായ കൽപ്പറ്റ നഗരത്തിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ നടപടിയില്ല. രൂക്ഷമായ ഗതാഗതക്കുരുക്കാണ് കൽപ്പറ്റയിൽ അനുഭവപ്പെടുന്നത്. ബൈപ്പാസ് തകർന്നു കിടക്കുന്നതിനാൽ തന്നെ ബൈപ്പാസിലൂടെ കടന്നു പോകേണ്ട വാഹനങ്ങൾ പോലും നഗരത്തിലൂടെയാണ് പോകുന്നത്. രാവിലെയും വൈകുന്നേരങ്ങളിലുമാണ് കൂടുതൽ കുരുക്ക് അനുഭവപ്പെടുന്നത്. കൽപ്പറ്റ നഗരത്തിലെ സ്ഥിരം കാഴ്ചയാണിത്. രൂക്ഷമായ ഗതാഗതക്കുരുക്കാണ് പല സമയങ്ങളിലും അനുഭവപ്പെടുന്നത്. രാവിലെയും വൈകുന്നേരവുമാണ് കൂടുതൽ പ്രയാസം. കൽപ്പറ്റ പുതിയ ബസ് സ്റ്റാൻഡ് മുതൽ SKMJ സ്കൂൾ വരെയുള്ള ഭാഗത്താണ് കൂടുതൽ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നത്. ആംബുലൻസുകൾ ഉൾപ്പെടെ ഗതാഗതക്കുരുക്കിൽ ഉൾപ്പെടുന്ന കാഴ്ചയാണ് കൽപ്പറ്റയിലുള്ളത്. ആവശ്യമില്ലാതെ സൈഡുകളിൽ വണ്ടി ഓടിക്കുക, വാഹനങ്ങൾ ക്രോസ് ചെയ്യുക, അതുപോലെ തന്നെ ഈ ചെറുവാഹന 2 വീലേഴ്സ് കംപ്ലീറ്റ് ഇടയിൽ കൂടെ കയറി പോവുക. അങ്ങനെ വരുമ്പോൾ മറ്റുള്ള വാഹനങ്ങളെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത ബുദ്ധിമുട്ടുകളും ഓടിക്കാൻ ബുദ്ധിമുട്ടും മാനസിക സംഘർഷം അനുഭവിക്കുന്ന സാഹചര്യമാണ്. ബൈപ്പാസിലൂടെ കടന്നു പോകേണ്ട വലിയ വാഹനങ്ങളടക്കം സമയക്രമം പോലും പാലിക്കാതെ ടൗണിലൂടെ എത്തുന്നതാണ് ഗതാഗതക്കുരുക്ക് രൂക്ഷമാക്കാൻ കാരണമാകുന്നത്. ബൈപ്പാസിലെ ചില ഭാഗങ്ങളിൽ ടാറിംഗ് തകർന്നു കിടക്കുകയാണ്. ഇത് ചൂണ്ടിക്കാട്ടിയാണ് പല ഡ്രൈവർമാരും ബൈപ്പാസിലൂടെ കടന്നു പോകാതെ നഗരത്തിലൂടെ തന്നെ വലിയ വാഹനങ്ങളുമായി എത്തുന്നത്. പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തും ചുങ്കം ജംഗ്ഷനിലും HIM UP സ്കൂൾ പരിസരത്തും കുരുക്കൊഴിഞ്ഞ നേരമില്ല. ഗതാഗതക്കുരുക്കിന് പരിഹാരമായി കൈനാട്ടിയിൽ സിഗ്നൽ സ്ഥാപിച്ചതിന് സമാനമായി ചുങ്കം ജംഗ്ഷനിലും സിഗ്നൽ സ്ഥാപിക്കുമെന്ന നഗരസഭയുടെ പ്രഖ്യാപനം നടപ്പായിട്ടില്ല. നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് അടിയന്തരമായി പരിഹാരം കാണണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, കൽപ്പറ്റ.